ഹലോ, അപ്പോൾ വീണ്ടും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മൾ ഈ മറ്റേ ഗോപ്രോ അല്ല ഗോവയുടെ നിങ്ങൾ ബാക്കി ഇതൊക്കെ കണ്ടായിരുന്നല്ലോ ഏകദേശം. അതിന് 2 ഇതേയും പിടിച്ചിട്ടുണ്ടായിരുന്നു, 2 എപ്പിസോഡ്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എവിടെയോ വരെ എത്തി. ഞാൻ ഗോകർണം എത്തില്ല എന്ന് ഗോകർണമല്ലോ, നമ്മുടെ കൊച്ചു വലിക്കുന്ന സ്ഥലം വരെ നമ്മൾ എത്തിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ പറയാൻ വന്നതല്ല ഇപ്പോൾ ഈ വീഡിയോയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടിങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഗോപ്രോയുടെ ഒരു ക്യാമറയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാനത് ഇടാമെന്നാണ്. മറ്റേ കേസൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് പേര് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവൻ കച്ചന്ന് വിളിക്കുമ്പോൾ ഭയങ്കര നാണം വിളിക്കുക, എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ തൊട്ട് താഴെയുള്ള വീടിൻ്റെ അടുത്ത് ദൂരമൊന്നുമല്ല, തൊട്ട് താഴെ തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ പാടവും തോടും ഇങ്ങനെ മൊത്തത്തിൽ ഇറങ്ങിയിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഈ പറഞ്ഞ തോടും പാടൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ തോടും പാടവും ഞങ്ങളിപ്പോൾ 2-3 സ്ഥലത്ത് കാണുന്നത്. ഇത് ഞങ്ങൾ കുറേ കാണുന്ന തോടാണ്. ഇത് ഞങ്ങൾ തോടിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കണേ. അപ്പോൾ ഇത് തോടിനിങ്ങനെ കുറിയുള്ളൊരു എന്താ പറയുക നടപ്പ്, അതിന് കലുങ്കോ അല്ലല്ലോ പാലം, അതൊരു ചെറിയൊരു പാലമാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഗോപ്രോനെ കുറിച്ച് സംസാരിക്കുകയാണ് ശരിക്കും ഈ വീഡിയോ ഇട്ട്. അപ്പോൾ നിങ്ങൾ മിക്കവർക്കും ഗോപ്രോ എന്താണെന്ന് അറിയായിരിക്കും. ചെറിയൊരു ക്യാമറയാണ്, മറ്റേ ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറ മീൻസ് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യും. മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നല്ല സ്റ്റെബിലൈസേഷൻ. അത് ഞാനിപ്പോൾ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഈ ക്യാമറ കുലുങ്ങുമ്പോൾ ശരിക്കും ഞാൻ എത്രയും കുലുക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യണേ. അപ്പോൾ നോർമൽ കേസിൽ അത്രയും സാധാരണ ഈ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ക്യാമറ ആണെങ്കിൽ ഇതായിരിക്കില്ല ഈ പറഞ്ഞ ഒരു ചാട്ടം. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ക്യാമറയാണ് നമ്മൾ ഈ ആക്ഷൻ ക്യാമറ നോർമലായിട്ട് പറയുന്നത്. പിന്നെ കൊണ്ടെടുക്കാൻ എളുപ്പം. ഇത് വളരെ ചെറിയൊരു ക്യാമറയാണ്, വളരെ ദേശം ഈ കൈത്തിനും പിടിക്കാമെന്നുള്ള സാധനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആക്ഷൻ ക്യാമറ ഈ സാധനത്തിൽ പറയണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗോപ്രോ എന്ന് പറയുന്ന കമ്പനിയാണ്. ശരിക്കും ഗോപ്രോ അല്ല, ഇത് ഈ കമ്പനിയുടെ പേരാട്ടോ ഗോപ്രോ എന്ന് പറയണേ. അറിയില്ല ആ കമ്പനിയുടെ പേരാണ് ഗോപ്രോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയണത് ഈ കാണുന്ന എല്ലാ ക്യാമറയ്ക്കും ഗോപ്രോ എന്ന്. പക്ഷേ ഗോപ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഇവരുടേതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ഷൻ ക്യാമറകൾ. പിന്നെ JC ക്യാംസോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേ പിന്നെ MIയുടെ നമ്മുടെ ഷവോമിയുടെ ഒരു മോഡൽ അവർ ഇറക്കിയിരുന്നു, പക്ഷേ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ കുറേ കമ്പനി ഉണ്ട്. പിന്നെ നമ്മുടെ ആമസോണിലേക്ക് എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ഈ പറഞ്ഞ ആക്ഷൻ ക്യാമറകൾ കാണാൻ പറ്റും. 5000, 2000, 3000, 4000 അപ്പോൾ ഗോപ്രോയുടെ ഇപ്പം ഞാൻ ഈ മേടിച്ചിരിക്കുന്നത് 7 സിൽവർ എന്നൊരു മോഡലാണ്. ഈ 7 സിൽവർ എന്നൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവർ ഗോപ്രോയുടെ 5, 6, 7 ഇപ്പോൾ 8 ലേറ്റസ്റ്റ് 8 ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ സീരീസ് വരുമ്പോൾ ഒരു ബ്ലാക്ക്, സിൽവർ, വൈറ്റ് ഇങ്ങനെ 3 മോഡലാണ് ഗോപ്രോയുടെ ക്യാമറ വരണേ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും സിൽവറാണ്. അപ്പോൾ സിൽവറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. ഇവൻ അമനാട്ടോ അവനെ ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ ക്യാമറമാനെ കേൾക്കണം. അപ്പോൾ റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഗോപ്രോയുടെ ക്യാമറ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനൊരു നമ്മൾ ഗോപ്രോയുടെ കുറേ മൗണ്ടുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ സാധനമുണ്ട്, ഞാനത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിങ്ങനെ നമുക്ക് കാണിച്ചു തരാം. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കവറാണ്, ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു കവറാണ്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇതിലൂടെ ഒരു ബുഷ് കണ്ടോ, ഈ ബുഷ് ഇങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ബുഷ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഇതിങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ചൂരാച്ച പാടാം കേട്ടോ, നല്ല ടൈറ്റാണ് ഇരിക്കണമെന്നല്ല. കണ്ടോ, ഊരെടുത്തു. ഈ സാധനം കണ്ടോ, ഈ സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ ഹെൽമെറ്റിലേക്ക് വെച്ചിട്ട് ഹെൽമെറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗോപ്രോയുടെ ഒരു കവർ മേടിക്കുമ്പോൾ, അതിനൊരു പാക്ക് മേടിക്കുമ്പോൾ ഇത് 2 എണ്ണം കിട്ടും. നോർമൽ ഞാൻ മേടിച്ചപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇതുപോലെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, പിന്നെ കുറച്ച് ഇങ്ങനെ കർവ് ആയിട്ടിരിക്കുന്ന ടൈപ്പാണ് ഇത് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ വെച്ചു. ഹെൽമെറ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഹെൽമെറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിലാണ് ഈ സാധനം ഇങ്ങനെ ഉറപ്പിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ ഒരു മൗണ്ടിലേക്കും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഹാൻഡ് ഹെൽഡർ ഉണ്ട്. ഗോപ്രോയുടെ കുറേ ആക്സസറീസ് ഉണ്ട്, അതിലൊരു ഹാൻഡ് ഹെൽഡർ നമുക്ക് പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ അതിലൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേസ് വരുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഈ ഒരു സാധനമുണ്ട്, ഇവിടെ തന്നെ ആരോ ഉണ്ടോ, ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാടാണ്. ഇങ്ങനെ പൊക്കിയെടുത്തെങ്കിൽ സാധനം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിർത്തി വരും. ഇതിൻ്റെ ഏകദേശം ഒരു മെക്കാനിക്സ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റും. ഇതാണ് ശരിക്കും ഗോപ്രോയുടെ ക്യാമറ എന്ന് പറഞ്ഞ സംഭവം. ആകെ ഇത്രയുള്ള ഈ സാധനം. അപ്പോൾ ഇതിൽ നമുക്ക് നോർമൽ എടുക്കുമ്പോഴേ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗോപ്രോയുടെ ലോഗോ ഉണ്ടാവും. പിന്നെ ഇത് റെക്കോർഡിംഗ് സ്വിച്ചാണ്. ഇത് നമ്മൾ
സ്വിച്ച് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമുക്ക് ക്യാമറയുടെ മോഡുകൾ മാറ്റുന്നത്. അതായത് വീഡിയോ ആണോ ഫോട്ടോ ആണോ ടൈം ലാപ്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്നതാണ് അതിൻ്റെ സ്പീക്കർ. നമുക്ക് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാനുള്ള സ്പീക്കർ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ചെറിയൊരു ഓട്ടാണെന്നാണ് നമ്മുടെ ഇതിൻ്റെ മൈക്ക് വരുന്നത്. ഇവിടെയാണ് മൈക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡും പിന്നെ ചാർജ് ചെയ്യുന്ന കണക്ടറും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ നമ്മൾ വാട്ടർ പ്രൂഫ് ആണ് ഈ സാധനം. ഈ ക്യാമറ വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ ഈ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ സംഭവം. ഇതിനടുത്ത് ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, ഇതിങ്ങനെ പറയുമ്പോൾ ചെറിയ സൗണ്ട് കേൾക്കാം നമുക്ക്. അങ്ങനെ പ്രസ് അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല എയർ ടൈറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇങ്ങനെ മെമ്മറി കാർഡ് ഉണ്ട്, പിന്നെ ഇത് കുത്താനുള്ള ചാർജർ കുത്താനുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സിൽവർ അല്ലെങ്കിൽ വൈറ്റിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബ്ലാക്കിൻ്റെ അത്ര അഡ്വാൻസ്ഡല്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. ഈ ബ്ലാക്കിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്ത് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ FOV. ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കൂട്ടുകാരാണ്. ഈ ഒരു ക്യാമറയ്ക്ക് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ പറഞ്ഞ ഷൂട്ടിന്, അതുകൊണ്ടാണ് കരക്കിടയ്ക്ക് പോകും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ആട്ടേ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് FOV അതായത് ഫീൽഡ് ഓഫ് വിഷൻ, അതായത് നമ്മൾ ഇതിൻ്റെ നോർമൽ ഇതിലും ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് വിഷൻ മാത്രമേ കിട്ടുള്ളൂ. വൈഡ് വീഡിയോ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. നോർമൽ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിൽ. പക്ഷേ നമ്മുടെ ബ്ലാക്ക് സീരീസിൽ ബ്ലാക്കിലൊക്കെ വരുമ്പോൾ ഇത് വൈഡ് എടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് എടുക്കുന്ന സമയത്തിന് ഏകദേശം 18 രൂപയായിരുന്നു അന്ന് വില. ഇപ്പം ഏകദേശം ഈ നമ്മുടെ ഏറ്റവും പുതിയ ഇതിൻ്റെ 8 വന്നിട്ടുണ്ട്, 8 ബ്ലാക്ക് വന്നത്. അതിന് ഏകദേശം ഒരു $100 കുറഞ്ഞു എന്ന് കേട്ടായിരുന്നു. അപ്പം ഇതിനും എന്തായാലും വില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ നേരത്തെ ഇതിന് മൊത്തത്തിൽ ഞാൻ നോക്കിയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ക്യാമറ വരുന്നത് ഇങ്ങനെ ബ്ലാക്ക്, സിൽവർ, വൈറ്റ് ഇങ്ങനെ 3 വേരിയൻറ്റിലാണ് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വൈറ്റിന് 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. അപ്പോൾ ഞാൻ 4K എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, നമ്മുടെ മാക്കൊക്കെ വേണം 4K ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ 4K തൽക്കാലം ഇരിക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ സിൽവർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഈ സിൽവർ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ അതും നമ്മുടെ ബ്ലാക്കും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയത്. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കിടക്കുന്ന ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് അതിൻ്റെ സ്മൂത്ത്നെസ്, അതായത് സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടെ ഹൈപ്പറാണ്. അത്ര ഒരു ഡിഫറൻസ് മാത്രമാണ് ഞാൻ കണ്ടുള്ളൂ. മെയിനായിട്ട് വലിയ കാര്യമായിട്ട് വേറെ ഡിഫറൻസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടില്ല. എത്ര കാശ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഏകദേശം അതും കണ്ടന്ന് 24 രൂപ, 23-24 രൂപ കണ്ടായിരുന്നു. ഇത് 18 രൂപ. അപ്പോൾ ഞാൻ എത്ര എക്സ്ട്രാ കാശ് കൊടുക്കണ്ടല്ലോ, നമുക്ക് ഈ ചെറിയൊരു ഇതിനു വേണ്ടി മാത്രമല്ല വിചാരിച്ചാണ് ഇത് മേടിച്ചത്. അപ്പോൾ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഇതിൽ FOV ഞാൻ ഈ പറഞ്ഞ ഫീൽഡ് ഓഫ് വിഷൻ വൈഡ് മാത്രമേ ഉള്ളൂ, നോർമൽ ടൈപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേത് അത് ചേഞ്ച് ചെയ്തിടാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ലൈവ് സ്ട്രീമിംഗ് നടക്കില്ല. അതായത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇതിലേ കൂടെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഇവിടെ നിന്നൊരു ലൈവ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബ്ലാക്ക് സീരീസിൽ നിന്നൊക്കെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് പോരായ്മകൾ തന്നെ. അപ്പോൾ ഞാൻ നിങ്ങളൊരു വ്ളോഗിംഗ് ഒക്കെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗോപ്രോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഗോപ്രോയുടെ ബ്ലാക്ക് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ വൈഡ് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സൂം ചെയ്യാൻ പറ്റും. ഇത് സൂം ചെയ്യാൻ പറ്റില്ല, ഇതിന് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കത് 4Kയിൽ അവൈലബിൾ അല്ല, 180pയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൂമിങ് ഉള്ളത് പറഞ്ഞ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങളൊരു വീണ്ടും ഞാൻ പറയുകയാണ്, അപ്പോൾ നിങ്ങളൊരു വ്ളോഗിങ് ഒക്കെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഗോപ്രോയുടെ വൈറ്റോ സിൽവറോ എടുത്തിട്ട് കാര്യമില്ല, ഈ ബ്ലാക്ക് തന്നെ എടുക്കണം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ 6ന് മുകളിലേക്കുള്ള ബ്ലാക്ക് എല്ലാം നല്ല കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ക്യാമറാസാണ് ഈ ഗോപ്രോയുടെ തന്നെ. അതല്ലാതെ വേറെ കുറേ ഐറ്റം കമ്പനികളുണ്ട്, നിങ്ങൾക്കറിയാം. ഏകദേശം മറ്റേ നമ്മുടെ വേറെ സാധനത്തിലോട് ചെറുത് അതിൻ്റെ പേരെന്താ, മൊത്തം 180 ഡിഗ്രി കിട്ടണം. ഇപ്പോൾ ഇപ്പം നമ്മുടെ പരസ്യം വരുമല്ലോ, ഈ ഒരു പേര് നോക്കാമല്ലോ, ഞാൻ ഓർക്കുകയാണെങ്കിൽ ഈ ഇവിടെ എഴുതി വെച്ചേക്കാം, ഇത് നമ്മുടെ ഈ സൈഡിൽ. അപ്പം അങ്ങനെ കുറേ ക്യാമറകളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പം പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ 8 എടുക്കുന്നതായിരിക്കും ബ്ലാക്ക് എടുക്കുന്നതായിരിക്കും, ബ്ലാക്ക് സീരീസ് എടുക്കാനായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പതുക്കെ നിർത്താം കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണം. കൊറോണയൊക്കെയാണ്, ഞങ്ങൾക്കും കൊറോണ പേടിയൊക്കെ ഉണ്ട്, ചുമ്മാ വന്നിരിക്കുന്നതാണ് വേറെ കാര്യം. അതുകൊണ്ട് കൊറോണനെ ഓടിച്ച് നിർത്തിയിട്ട് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ.
കൊറോണ സമയത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഏരിയ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഭാഗത്തൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എറണാകുളം തന്നെയാണ്, എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. അത്ര വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ. എന്നാൽ ആളുകളൊക്കെ ജംഗ്ഷനിലൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കൂടി പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, വൈകിട്ട് സമയത്തും പിന്നെ രാവിലെയൊക്കെ. അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്ക്ഡൗൺ കുറച്ച് മാറും. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഇതോടുകൂടി കുറച്ച് എന്താ പറയണേ, അവനോട് എൻ്റെ വീണ്ടും എടുക്കും പറ, ഒരു മിനിറ്റ്, ഒരു കോള് വേണ്ട. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഇതോടുകൂടി നമുക്ക് അവിടെ ചില സ്ഥലങ്ങളൊക്കെ തുറക്കാമെന്ന് പറയണ കേട്ടു. അപ്പോൾ അറിയില്ല. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇതിലും വലിയ സംഭവങ്ങളുണ്ടായിട്ട് നമ്മൾ എല്ലാം കരകയറി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആ വഴി അങ്ങ് പൊക്കോളും. അപ്പോൾ അതുവരെ എന്തായാലും നമ്മുടെ ഗോവയുടെ ബാക്കി നമുക്ക് പിന്നെ കാണാം. അത് അടുത്ത വീട്ടിലുണ്ടാവും. അപ്പോൾ അതുവരെ ബൈ.